നമസ്കാരം. ഇന്ന് രാവിലെ മാത്രമാണ് ഒരു ഗെയിം ഉണ്ടായിരുന്നത്. ഉച്ച കഴിഞ്ഞ് ഇതുവരെ ഗെയിം തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ആരാണ്? അതാണ് ഒരു ഗ്രൂപ്പ്. അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആരായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുജനങ്ങൾക്കും അറിയാവുന്നതാണ്. അനീഷിന്റെ പേരാണ് എല്ലാവരും 18 പേരും ഒന്നടങ്കം അനീഷിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് സേഫ് ഗെയിം കളിക്കുന്ന ആരാണ്, നല്ല പ്ലെയർ ആരാണ്, ഇതായിരുന്നു പിന്നെ പറഞ്ഞിരുന്നത്. സേഫ് ഗെയിം കളിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന പേര് അനുമോളുടെ പേരാണ്. അനുമോൾ അൽബർട്ട് ക്യൂട്ടസും ഒക്കെ വെച്ച് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയമില്ല, അങ്ങനെ എന്തൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് അനുമോൾ മാത്രമാണ് അനീഷിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യം പറഞ്ഞത്. അതായത് പ്രശ്നക്കാരനാണ്, പക്ഷെ നല്ല ഗെയിമറുമാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരാൾ, അനീഷിനെ കുറിച്ച് നല്ലത് പറഞ്ഞ ഒരേ ഒരാൾ അനുമോളുമാണ്. പിന്നെ ഗിസേലിനെയാണ് മിക്കവരും നല്ല ഗെയിമറായിട്ട് കണ്ടിരിക്കുന്നത്. കാരണം പുള്ളിക്കാരി എല്ലാ ഗെയിമിലും പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തതുകൊണ്ട്. പിന്നെ പുള്ളിക്കാരുടെ ഭാഗത്തെ പ്രശ്നം എപ്പോഴും ഫേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ലിപ്സ്റ്റിക് ഇടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി ഹൈഡ് ചെയ്ത് വെച്ച് ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ആ പാടെയുള്ള പ്രശ്നം. പിന്നെ ശരത്തിന്റെ പേര് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, നല്ല ഗെയിമർ എന്ന രീതിയിൽ. അതുപോലെ അക്ബറിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അഭിലാഷിന്റെയും ആര്യന്റെയും ഒക്കെ പറഞ്ഞു പേര്. ആര്യന്റെ പേര് എനിക്ക് തോന്നുന്നു ഗിസൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ശൈത്യയുടെ ഒക്കെ പേര് അങ്ങനെ ഓരോരുത്തരൊക്കെ 1-2 പേരൊക്കെ പറഞ്ഞിട്ടുള്ളൂ, നല്ല ഗെയിമറുമായിട്ടും ഒക്കെ. പക്ഷെ പ്രശ്നക്കാരൻ ആരാണ് ഇതിനകത്ത്? അനീഷ് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള അനീഷിനായിരിക്കും എനിക്ക് മിക്കവാറും തോന്നുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടാൻ സാധ്യത. കാരണം അനീഷ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത്. അനീഷ് എപ്പോഴും ആക്റ്റീവാണ്. കാരണം ഇത്രയും പ്രശ്നക്കാർ പറയുമ്പം പിന്നെ അവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് അനീഷ് അത്ര മോശമൊന്നും അല്ല എന്നുള്ള രീതിയിൽ എല്ലാവരും അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ആദിൽ ആൻഡ് നൂറ അവരവരുടെ ഫാമിലി ഇഷ്യൂസ് അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അച്ഛൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അവരുടെ അങ്ങനെയുള്ള കാര്യം, നൂറയുടെ അനിയൻ വന്നതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാണ്ട് ഇന്ന് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നില്ല. ദോശ തന്നെയാണ് ഇന്ന് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തത്. അതെല്ലാം കഴിച്ച് എല്ലാവരും തൃപ്തിപ്പെട്ടൊക്കെ അവിടെ ഇരിക്കുന്നു. മറ്റുള്ള കാര്യങ്ങളൊന്നും ഇന്ന് വലിയ സംഭവം നടന്നില്ല. ശരിക്കുള്ള ഇന്നത്തെ ഗെയിം ഇതായിരുന്നു. ആരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ, ആരാണ് സേഫ് ഗെയിം കളിക്കുന്നത്, ആരാണ് നല്ല പ്ലെയർ. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരെന്നുള്ള 18 പേരുടെ 18 വോട്ടും കിട്ടിയിരിക്കുന്നത് നമ്മൾ അനീഷാണ്. പിന്നെ അതിലാനൂറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അനുമോളാണ് ഏറ്റവും വലിയ സേഫ് ഗെയിമറായിട്ട് അവർ പറയുന്നത്. അതുപോലെ ശരത്ത്, അപ്പാറ്റ്നി ശരത്തിനെയാണ് മിക്കവരും കുറച്ച് പേര്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് നല്ല പ്ലെയർ ആയിട്ടും. അതുപോലെ അക്ബറിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. ഷാനവാസിന്റെ ഒന്നും പേര് ആരും പറഞ്ഞില്ല കേട്ടോ. ഇതാണ് ഇന്ന് നടന്ന സംഭവം. അപ്പൊ ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടിട്ട് പറയാം.